എല്ലാവർക്കും OTT എക്സ്പ്ലോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മലയാളികൾ ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ്സും കൂടാതെ ഈ ആഴ്ചയിൽ 14, 15, 16, 17 ദിവസങ്ങളിൽ ഇറങ്ങാൻ പോകുന്ന OTT മൂവീസിൻ്റെ അപ്ഡേറ്റുകളുമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. ആദ്യമായിട്ട് ജനുവരി 14 സൂതുകാവും 2 എന്ന തമിഴ് മൂവി ആഹാ തമിഴിൽ, അതായത് ഇന്നത്തെ ദിവസം ആഹാ തമിഴിലാണ് ഈ ഒരു മൂവി ഇറങ്ങുന്നത്. കൂടാതെ തന്നെ ഈ പടം എന്നുള്ള തമിഴ് മൂവി തേൻകോട്ട എന്ന OTT പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ ജനുവരി 16 നമ്മൾ ഒരുപാട് നാളായിട്ട് മലയാളികൾ കാത്തിരുന്ന പണി എന്ന മൂവി, അതായത് സോണി ലിവിൽ മലയാളം പ്ലസ് അതർ ലാംഗ്വേജിൽ സോണി ലിവിലാണ് പാൻ ഇന്ത്യയിൽ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് നമ്മൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടിരുന്ന, അതായത് നമ്മൾ മാർക്കോടൊപ്പം തന്നെ കിടപിടിച്ച് മത്സരിച്ചിരുന്ന നമ്മുടെ റൈഫിൾ ക്ലബ്ബ് നെറ്റ്ഫ്ലിക്സിൽ ജനുവരി 16 മലയാളം ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്തത് ജനുവരി 17 അയാം കാതലൻ, മലയാളികൾ ഒരുപാട് നാളായിട്ട് കാത്തിരുന്ന നസ്ലിൻ്റെ ഏറ്റവും നല്ല മൂവി, മലയാളികളുടെ സ്വന്തം അയാം കാതലൻ മനോരമ മാക്സിൽ ജനുവരി 17 നമുക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. കൂടാതെ തന്നെ ജനുവരി 17 വൺസ് അപ്പോൺ എ ടൈം ഇൻ മദ്രാസ് എന്ന തമിഴ് മൂവി ആഹാ തമിഴിലും അവൈലബിൾ ആയിരിക്കും. ഇതുകൂടാതെ ജനുവരി മാസം ഇറങ്ങാൻ പോകുന്ന മറ്റ് അപ്ഡേറ്റുകളും കൂടാതെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റ് മലയാളം മൂവികളുടെ അപ്ഡേറ്റുമാണ് നമ്മളിപ്പോൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത്. അടുത്തത് ഹലോ മമ്മി എന്നുള്ള നമ്മുടെ മലയാളം മൂവി, അതായത് നമ്മുടെ ഷറഫുദ്ദീനും ഐശ്വര്യലക്ഷ്മിയൊക്കെ അഭിനയിച്ചിരുന്ന നമ്മുടെ ഹലോ മമ്മി എന്നുള്ള മൂവി നവംബർ 21 തിയേറ്ററിൽ വന്നിരുന്നു. അതിനുശേഷം അതിൻ്റെ OTT അപ്ഡേറ്റിനായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. അതിപ്പോൾ ആമസോൺ പ്രൈമാണ് ജനുവരി 23 ഈ ഒരു ഹലോ മമ്മി എന്നുള്ള മൂവി OTTയിൽ അവൈലബിൾ ആക്കാൻ പോകുന്നത്. അടുത്തത് നമ്മുടെ ഗെയിം ചേഞ്ചറാണ്, അതായത് ഇപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയിരിക്കുന്ന ഗെയിം ചേഞ്ചർ എന്നുള്ള മൂവിയുടെ OTT, അതായത് ഇപ്പോൾ 105 കോടിക്കാണ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ അത്ര ഹിറ്റല്ലെങ്കിൽ പോലും എന്തായാലും OTTയിൽ നമുക്ക് കാണാൻ പറ്റിയൊരു മൂവി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി മിഡിന് ഈ ഒരു മൂവി അവൈലബിൾ ആയിരിക്കും. അടുത്ത നമ്മൾ മലയാളികൾ ഭയങ്കരമായിട്ട് അപ്ഡേറ്റിൽ വെയിറ്റ് ചെയ്തിരുന്ന മാർക്കോ എന്നുള്ള മൂവിയുടെ നെറ്റ്ഫ്ലിക്സ് ഓൾറെഡി അതിൻ്റെ OTT റൈറ്റ്സും കാര്യങ്ങളൊക്കെ സ്വന്തമാക്കിയിരിക്കുന്നു. ജനുവരി 30 ആയിരിക്കും നെറ്റ്ഫ്ലിക്സിൽ മാർക്കോ എന്നുള്ള മൂവി പാൻ ഇന്ത്യൻ ലാംഗ്വേജിൽ അവൈലബിൾ ആയിരിക്കുന്നത്. അടുത്തത് പുഷ്പ ടു ദ റൂൾ, അതായത് സിനിമ ഇറങ്ങി ഏകദേശം 56 ദിവസങ്ങൾക്ക് ശേഷമാണ് ജനുവരി 31 പുഷ്പ ദ റൂൾ എന്ന മൂവി നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആവാൻ പോകുന്നത്. അടുത്തത് നമ്മൾ എക്സ്ട്രാ ഡീസൻ്റ് എന്നുള്ള മൂവി പൈറസി അതിലെ കാര്യങ്ങളിലൊക്കെ വന്നിരുന്നു. എന്നിരുന്നാൽ പോലും അതിൻ്റെ OTT അപ്ഡേറ്റിനായിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് വേണ്ടി ഇപ്പം നല്ലൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ജനുവരി 24 ആമസോൺ പ്രൈമിലാണ് എക്സ്ട്രാ ഡീസൻ്റ്, അതായത് ED എന്ന മൂവി ഇറങ്ങാൻ പോകുന്നത്. അടുത്തത് നമ്മുടെ ബേബി ജോൺ, തിയേറ്ററിൽ ഫ്ലോപ്പായിരുന്നെങ്കിലും പടം OTTക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ജനുവരി 24 ആമസോൺ പ്രൈമിലാണ് ഈ ഒരു മൂവി ഇറങ്ങാൻ പോകുന്നത്. അടുത്തത് ത്രയം എന്നുള്ള മൂവിയാണ്. നമ്മൾ തിയേറ്ററിൽ കാര്യങ്ങൾ വലിയ സക്സസ് ഒന്നും ആയിരുന്നില്ലെങ്കിലും ധ്യാൻ ശ്രീനിവാസിൻ്റെ ത്രയം എന്നുള്ള മൂവിക്കും ഒരുപാട് പേര് OTTയിൽ അപ്ഡേറ്റിൽ വെയിറ്റിംഗ് ആയിരുന്നു. അവർക്ക് വേണ്ടി നല്ലൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജനുവരി 23 മനോരമ മാക്സിലാണ് ത്രയം എന്നുള്ള മൂവി ഇറങ്ങാൻ പോകുന്നത്. അടുത്തത് ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി നമുക്കറിയാം ഇവർ ആദ്യം തന്നെ തിയേറ്ററിൽ വന്നിരുന്ന, അതായത് ഇപ്പോൾ തിയേറ്ററിൽ വന്നിരുന്നതിൽ ഏറ്റവും നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ സാധിക്കുന്ന ഐഡൻറ്റിറ്റിയും രേഖാചിത്രമാണ്. അതിൽ ഐഡൻറ്റിറ്റി മൂവിയുടെ ഇപ്പോൾ OTT റൈറ്റ്സ് ഹോട്ട്സ്റ്റാർ, അതായത് നമ്മുടെ വിനോൻ്റെ ഐഡൻറ്റിറ്റി ഇപ്പോൾ ഹോട്ട്സ്റ്റാറാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഏകദേശം ഫെബ്രുവരി 14 ഇപ്പോൾ ഇതിൻ്റെ OTT റിലീസും കാര്യങ്ങളും നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റുകൾ ലഭിച്ചിരിക്കുന്നത്. അടുത്തത് രേഖാചിത്രം എന്നുള്ള മൂവിയുടെ നെറ്റ്ഫ്ലിക്സ് ആണ് ഇപ്പോൾ അതിൻ്റെ റൈറ്റ്സും കാര്യങ്ങളും സ്വന്തമാക്കാൻ പോകുന്നത്. സിനിമയുടെ OTT റിലീസും ഡേറ്റും കാര്യങ്ങളൊന്നും ഇതുവരെ ഒന്നും പുറത്തു വന്നിരുന്നില്ല, എങ്കിലും നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന് റൈറ്റ്സും കാര്യങ്ങളും സ്വന്തമാക്കാൻ പോകുന്നത്. അടുത്ത നമ്മുടെ മോഹൻലാലിൻ്റെ ബറോസ് എന്നുള്ള മൂവിയാണ്. ഹോട്ട്സ്റ്റാറാണ് ഇതിൻ്റെ റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നെങ്കിലും ഫെബ്രുവരി മാസത്തോടെ ആയിരിക്കും ഇതിൻ്റെ OTT റിലീസ് ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മൂവിയുടെ OTT റിലീസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടവരും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.